അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ അനിയൻ്റെയും നാത്തൂൻ്റെയും ആണ് കേട്ടോ. എന്തൊരു പെട്ടെന്ന് നല്ല ദിവസങ്ങളൊക്കെ പോണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പൊ എല്ലാവർക്കും വൈറ്റ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. You and me, yeah, that's all I need, and I'll be alright. I'll be right here. I swear that I'll stay here with you. Hold me closer. I wanna stay. പതിവ് പോലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അപ്പം ഇന്ന് നല്ല ചൂടൻ കാപ്പി കുടിച്ചിട്ടാവാം നമ്മുടെ ജിമ്മിൽ പോക്കെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടാ. അപ്പം ഇനി നേരെ ജിമ്മിൽ പോയി വന്നിട്ട് കാണാം. വാ പാലര വാ വയ്യോ പാലര പാല് പാല് വാ. ഇപ്പതേ ഞാൻ പാലെടുത്ത് കഴിയുമ്പോൾ കുറച്ച് പാല് നേരെ ഡയറക്റ്റ് കുർണിക്ക് ഫസ്റ്റ് കൊണ്ട് കൊടുക്കൂട്ടാ. അതൊരു ശീലമായി. അവളും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കാണുമ്പോഴേക്ക് ഓടി വരും. അതൊരു സന്തോഷം. അങ്ങനെ ഓടിപ്പോയൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ അടുക്കളയിൽ ഇതേ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനിട്ടാ. ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റ് വന്നു. ഗ്രേസ് എണീറ്റിട്ടുണ്ട്. അടുക്കളയിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം ഞാൻ ജിമ്മിൽ നിന്ന് തിരിച്ചു വരണ വഴിക്ക് ഞാൻ ദോശമാവ് മേടിച്ചായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ചില 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ മാവ് എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ മാവ് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ദോശമാവ് മേടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പം ഇന്ന് ദോശയും തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ വേഗം തീർക്കാം. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെയും നാത്തൂൻ്റെയും രണ്ടാമത്തെ, കഴിഞ്ഞ വർഷം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാണെങ്കിൽ ഓർമ്മയുണ്ടാവുമായിരിക്കും, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് ഇത്രയും പെട്ടെന്ന് വർഷമൊക്കെ ഇത്ര പെട്ടെന്നാണല്ലോ പോണേ. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നൊരു വെഡിങ് ആനിവേഴ്സറിയാണ്. അവൻ സർപ്രൈസായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അമ്മയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വേണം പോകാൻ. സന്നചാരൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി അപ്പം തന്നെ സ്റ്റീവും ഗ്രേസും ഇമ്മാനുൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റബേക്കും ജെയ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഡാഡി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാഡിയും ജാസ്മിനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനിവിടെ എത്താൻ കുറച്ച് ലേറ്റായി. അങ്ങനെ അപ്പോൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം അവർ തീർത്തിട്ടുണ്ട്. ഇന്ന് സാലഡും പിന്നെ മമ്മി എന്തൊക്കെയോ ലാസ്റ്റ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കറികളുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സർലസിനുള്ള സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ആങ്ങളമാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്ന് വേഗം പോകും. ഇന്ന് തന്നെ അവർ തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ എന്തായാലും എല്ലാവരും കൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച കാര്യമായതുകൊണ്ട് അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ സവോളയും പിന്നെ നാടൻ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് കൂട്ടിത്തിരുമ്മി പിന്നെ നല്ല കട്ടിയുള്ള തൈരും കൂടി വെച്ചൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ സാലഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സർലാസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ മമ്മിയുടെ ഡാഡിയും കൂടിയാണ് കേട്ടോ ചെയ്തേക്കണേ. റോസ്മേരിയുടെ അമ്മ ഞണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞണ്ട് കറി വയ്ക്കാനുള്ള പരിപാടികളാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ. അപ്പോൾ അതിനുള്ള വേവിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ ആ സമയത്ത് ഞങ്ങൾ പുറത്ത് പിള്ളേരുടെ കൂടെയൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ അടുക്കളയ്ക്ക് അധികം വന്നില്ല. പിന്നെ ഡാഡിയുടെ സ്പെഷ്യൽ റൈസ് ഉണ്ട്, ബീഫൊക്കെ ഇട്ടിട്ടുള്ള റൈസാണ്. പിന്നെ പായസം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. അങ്ങനെ ഇനി നമുക്ക് കേക്ക് മുറിക്കാനുള്ള പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കിയതേ നമ്മൾ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് ആണെങ്കിൽ സ്റ്റീവിൻ്റെയാണ് ബർത്ത്ഡേ, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, കേക്ക് എനിക്ക് വേണം മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുഞ്ഞു വാശി പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി ഇതേ ഞങ്ങളിനി പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങൾ ആശ്വസിക്കുകയും ചെയ്യുന്നതിനെ ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുടുംബത്തോട് കൈകോട്ടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു അബ്ദു റോസ്മേരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. ഇവന് മുറിയാനാ അങ്കിൾ കൊച്ചു പാടിയതല്ലേ അല്ലേ? ആ കഴിക്ക് നമുക്ക് ചിരിക്കാം. സാധാരണ മുട്ട കൂട്ടിയാറ് മാറിപ്പോയ നിന്നെ ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ കേക്ക് കൊടുക്കും. അവൾക്ക് കൊടുക്ക. അയ്യോ ഗിഫ്റ്റ് കൊടുത്തില്ല. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടാ. അപ്പം നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ പോകാൻ പോണത് നമ്മുടെ വീട്ടിലേക്ക് ഫ്ലൈ ഉണ്ടാക്കിന് മേടിക്കാൻ പോവാണ് കേട്ടോ. മണിത്താറാവ്. അപ്പോൾ മാളയിൽ സൂര്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ ഇവിടെ കുറേ കോഴികളും താറാവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള മണിത്താറാവിനെ എടുത്തു. സനചേട്ടൻ എൻ്റെ അടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനല്ല ഇവളെയും കൊണ്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഇനി നമ്മുടെ പുതിയ മെമ്പറിനെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് ഇനി ഞാൻ ഗ്രേസിനും സ്റ്റീവനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കാർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവനും ചേട്ടനനിയനും ഇന്ന് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷസൊക്കെ അവരെ അറിയിച്ചോളൂ, ഞാൻ അവരോട് പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. ബൈ ബൈ. I swear that I'll stay here